ആണവ കേന്ദ്രം ഇന്ത്യ തകർത്തു. ആണവ വികിരണം പാകിസ്ഥാനിൽ പടർന്നു പിടിക്കുന്നു. കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇതൊക്കെയാണ് സാമൂഹിക മാധ്യമങ്ങളിലും ചില വാർത്താ പോർട്ടലുകളിലും ഒക്കെ വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആദ്യത്തെ ചോദ്യം പ്രശാന്ത് സാർ, കിരാന ഹിൽസിലെ ആണവ കേന്ദ്രം തകർത്തോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഒഴുക്കൻ മട്ടിൽ വളരെ ഒരു അഴകുഴമ്പൻ രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം പോലും മറുപടി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊരു അൺഒഫീഷ്യൽ ഡിക്ലറേഷൻ ആയിട്ട് ആ പ്രസ് മീറ്റ് കാണുന്ന ആർക്കും തോന്നും. അങ്ങനെയാണെങ്കിൽ കിരാന ഹിൽസിൽ ആണവ നിലയം ഇന്ത്യ തകർത്തിട്ടുണ്ടെങ്കിൽ ആണവ വികിരണം പാകിസ്ഥാനിലുണ്ട് എന്നുള്ള വാർത്ത സത്യമല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഇതൊരു അൺഒഫീഷ്യലായിട്ടാണ്, റിപ്പോർട്ടായിട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്ത പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ കിരാന ഹിൽസിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പൊ കിരാന ഹിൽസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസത്തെ വാർത്ത അനുസരിച്ച് ഈജിപ്ഷ്യൻ വിമാനങ്ങൾ കിരാന ഹിൽസിൽ വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതായത് ബോറോൺ എന്ന് പറയുന്ന പദാർത്ഥം ഈജിപ്തിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ആണവ വിസരണം നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലീക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള പദാർത്ഥമാണ്. അതിന്റെ ടെക്നീഷ്യൻസുമാരും ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം അത് ഈ നൈൽ നദിയുടെ തീരത്ത്, ഈജിപ്തിൽ നൈൽ നദിയുടെ തീരത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ശേഖരിക്കുന്നത്. അല്ലെങ്കിൽ അത് ആ പദാർത്ഥം അവൈലബിൾ ആയിട്ടുള്ള രാജ്യം എന്നുള്ള രീതിയിലായിരിക്കും ഈജിപ്റ്റ് ഇടപെടേണ്ടി വരുന്നത്. അപ്പൊ ഈജിപ്തിൽ നിന്ന്, അവിടെ നിന്ന് ഈ പറയുന്ന പാകിസ്ഥാനിലേക്ക് ഈജിപ്ഷ്യൻ വിമാനങ്ങൾ ഈ ദൗത്യവുമായി വരുമ്പോൾ ആ ദൗത്യം ഞങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യയുടെ ജയശങ്കറിനെ വിളിച്ച്, അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയെ വിളിച്ച് അവിടുത്തെ വിദേശകാര്യ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സംവിധാനം, വിദേശകാര്യ സംവിധാനം അറിയിച്ചിട്ടാണ് വന്നെന്നുള്ള രീതിയിലൊക്കെ വാർത്തയുണ്ട്. അപ്പം ഇതിനകത്ത് യുദ്ധം നിർത്തി അല്ലെങ്കിൽ നിർത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പോൾ, ആ സാഹചര്യത്തിനകത്ത് യുദ്ധ ബേസുകൾ തകർത്തു, പാകിസ്ഥാന് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇന്ത്യയിലെ ഏതാണ്ട് 13ഓളം ബേസുകൾ തകർത്തു എന്നാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ വ്യക്തത വരുത്തി നമ്മുടെ മാധ്യമങ്ങളിൽ കൂടി നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തത വരുത്തി നമ്മളെ കാണിച്ചതാണ്. അപ്പം ആ രീതിയിലേക്ക് യുദ്ധം നടത്തണമെങ്കിൽ, ഡ്രോണുകൾ വിക്ഷേപിക്കണമെങ്കിൽ, മിസൈലുകൾ വിക്ഷേപിക്കണമെങ്കിൽ അതിന് ഈ താവളങ്ങൾ ഉണ്ടാവണം. അല്ലെങ്കിൽ അത്തരത്തിൽ താവളങ്ങൾ ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ യുദ്ധത്തിനകത്ത് യുദ്ധം ചെയ്യുന്നതിന് സാധിക്കാത്ത ഒരവസ്ഥ വരും. അപ്പം ആ സമയത്ത് തന്നെയാണ് ഈ ഇതുപോലെ കിരാന ഹിൽസ് എന്ന് പറയുന്ന, കിരാന ഹിൽസിലാണ് ഈ ആണവ ആയുധങ്ങൾ ശേഖരിക്കുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് ടണൽ ഉണ്ടെന്നും, ആ ടണൽ വലിയ വലിപ്പത്തിൽ സെക്യൂരിറ്റി ഉണ്ടെന്നും, അത് അനൗദ്യോഗികമായിട്ടാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സെക്യൂരിറ്റിയോട് കൂടിയാണ് അവിടെ ഇരിക്കുന്നത്. അതിനകത്ത് അവിടെയാണെന്ന് പറയും. ഈ പറയുന്ന സമയത്ത് തന്നെ, യുദ്ധം തുടങ്ങുന്ന സമയത്തും അതിനു മുമ്പും തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും. അപ്പം ഈ പറയുന്ന കിരാന ഹിൽസിന് 7ഓളം കവാടങ്ങളുണ്ട്. ആ കവാടങ്ങൾക്കകത്ത് അതിനകത്തോട്ട് കയറേണ്ട മെയിൻ എൻട്രൻസുകൾ 3 ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ ഉപയോഗിച്ച് തകർത്തു, അല്ലെങ്കിൽ അവിടെ വലിയ വലിപ്പത്തിൽ സ്ഫോടനം ഉണ്ടായെന്ന് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ അന്നേ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ അതിനുശേഷമാണ് അതുവരെ ഇടപെടാത്ത അമേരിക്ക, അതുവരെ അമേരിക്ക പറഞ്ഞിരുന്നു അത് അവരുടെ കാര്യമാണ്, അവരതിനകത്ത് തീർത്തോളും, ഞങ്ങൾ അതിനകത്ത് ഇടപെടത്തില്ലെന്ന് പറഞ്ഞ അമേരിക്ക ഒരു 24 മണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിൽ ഇടപെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ മഹാരാജ്യത്തേക്ക് യുദ്ധം നിർത്തുന്നതിന് വേണ്ടി സൗദി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇടപെടാൻ ശ്രമിച്ചപ്പോൾ അതിനകത്തൊന്നും വഴങ്ങാതെ വന്ന ഇന്ത്യ, പാകിസ്ഥാൻ നേരിട്ട് അല്ലെങ്കിൽ DMO തലത്തിൽ ഇടപെട്ട് ഇപ്പോൾ യുദ്ധം നിർത്തി അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ഒരു ഇടമുണ്ടായി. അപ്പൊ ഇതിനകത്ത് ഔദ്യോഗികമായിട്ട് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള എയർ മാർഷൽ AK ഭാരതിയാണ് വ്യോമസേനയുടെ ഉത്തരവാദിത്വത്തിൽ സംസാരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചൊരു ചോദ്യം എല്ലാവരും കേട്ടാണ്, നിങ്ങൾ കിരാന ഹിൽസ് എന്ന് പറയുന്ന ഹിൽ ഉണ്ടോ? എനിക്കറിയത്തില്ല, അവിടാണ് അണുവായുധം സൂക്ഷിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലേക്ക്. എനിക്കറിയത്തില്ല, നിങ്ങൾ ചോദിച്ചത് കൊണ്ട് എനിക്ക് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് അതിന് പറയാൻ അറിയത്തില്ല, ഞങ്ങൾ അവിടെയൊന്നും ആക്രമിച്ചിട്ടില്ല എന്ന രീതിയിലേക്ക് സംസാരിച്ചു. ആ രീതിയിലേക്ക് സംസാരിക്കാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇത്തരത്തിൽ അണുവായുധങ്ങൾ അല്ലെങ്കിൽ ആണവായുധത്തെ യുദ്ധ സമയത്ത് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ആക്രമണമോ ലോക യുദ്ധ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. അത്തരത്തിൽ ആക്രമിക്കാൻ പാടില്ല. ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ല, ഈ പറയുന്ന അമേരിക്ക, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതുപോലെ യുദ്ധ സമയത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അത് ചെയ്യാൻ ധൈര്യം കാണിച്ച രാജ്യം എന്നുള്ള രീതിയിലാണ് ഈ
ഇന്ത്യ മഹാരാജ് നിന്നത്, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തത്. അപ്പം അതുകൊണ്ട് ആ ഒരു പത്രസമ്മേളനത്തിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ, ഈ AK ഭാരതി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ മുഖഭാഗവും ബോഡി ലാംഗ്വേജും കൊണ്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാവും അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം സംഭവിച്ചു എന്ന് പറയുന്നതിന് വേറെ ചില സൂചനകളോ വ്യക്തതകളുണ്ട്. അന്ന് ഈ അമേരിക്കൻ നിന്നുള്ള വിമാനങ്ങൾ അവിടെ പറന്നിറങ്ങിയതാണ് ഈ ഒരു വിഷയത്തിന് ശേഷം, അല്ലെ യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം അടിയന്തരമായിട്ട് അമേരിക്ക തന്നെ ഇടപെടുന്നതായിട്ടും, അല്ലെങ്കിൽ അവിടുത്തെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വിമാനം അവിടെ പരിശോധനയ്ക്ക് ഇറങ്ങുന്നതായിട്ടും ഒക്കെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ ഇപ്പം വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാനിൽ ആണവ അടിയന്തരാവസ്ഥ, അതിന് ആണവ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള പാകിസ്ഥാന്റെ ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ ഹെഡിലുള്ള ചില ഇതൊക്കെ വെളിയിൽ കണ്ടു. പക്ഷെ പാകിസ്ഥാൻ അതൊക്കെ നിഷേധിച്ചിരിക്കുക. അവിടെ കാലാവസ്ഥ അടിയന്തരാവസ്ഥ എന്നാണ് പറയുന്നത്. കാലാവസ്ഥ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റം കൊണ്ട് ചില തീരുമാനങ്ങൾ ഒരു രാജ്യത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് മാത്രമായിട്ട്, പാകിസ്ഥാന് മാത്രമായിട്ട് കാലാവസ്ഥയൊന്നും ഇല്ലല്ലോ. പാകിസ്ഥാനുള്ള കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭീകരത ഉണ്ടാക്കുന്നതിനകത്ത് അവിടെ വന്നിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം, അത് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയാൻ പറ്റില്ല, രാജ്യത്തിന്റെ നാശത്തിനകത്തുള്ള വ്യതിയാനം. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പാകിസ്ഥാനി മാത്രമാക്കുന്നില്ല. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വലിയ ബോർഡർ സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ബോർഡർ സംസ്ഥാനങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമുക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയൊന്നുമല്ല. പക്ഷെ പാകിസ്ഥാനിൽ ഇത്തരത്തിൽ കാര്യങ്ങളുണ്ട്. ഔദ്യോഗികമായിട്ട് ഇതൊരു അറിയിപ്പ് ലോകത്തിന് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ലോകം അതിനെപ്പറ്റി അത്തരത്തിലുള്ള അറിയിപ്പ് വന്നിട്ടില്ല. കാരണം ഔദ്യോഗിക സ്ഥിരീകരണം കൊടുക്കേണ്ടത് പാകിസ്ഥാനാണ്. അപ്പൊ എന്നിരുന്നാലും ലോക രാജ്യങ്ങൾക്ക് വ്യക്തതയുണ്ട്. ഈജിപ്തിൽ നിന്ന് വിമാനങ്ങൾ കിരാണ ഹിൽസിൽ പറന്നിറങ്ങണമെങ്കിലും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബോറോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിലും അതിനകത്ത് കാര്യങ്ങളുണ്ട്. പിന്നെ അതിനകത്ത് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ചില ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ആണവ ആയുധങ്ങൾ, അതിന് ചോർച്ചയുണ്ട്. ആ ചോർച്ച അടയ്ക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ ആക്രമണം കൊണ്ട് ആണെന്ന് അവർ വ്യക്തത വരുത്തുന്നില്ല. അപ്പം ഈ രീതിയിലേക്കാണ് കാരണം. ഏതായാലും പാകിസ്ഥാനിൽ അണുവിസരണം ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള വ്യക്തമായ ഒരു അല്ലെങ്കിൽ സൂചനകളാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോക രാജ്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി അത് ഡ്രോപ്പ് അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു ഇടപെടൽ നടത്തുന്നത്. ഈ പറയുന്ന ഈജിപ്തും അമേരിക്കയും ഒക്കെ മുൻകൈ എടുക്കുന്നുണ്ട്. കാരണം ഇതുപോലെ ഒരു രാജ്യത്ത് ആണവായുധം സൂക്ഷിക്കുന്നത് തന്നെ വലിയ വലുപ്പത്തിൽ റിസ്ക് ഉള്ളത് കൊണ്ട് അതിനെപ്പറ്റി എപ്പോഴും ഈ രാജ്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ ഭീകരവാദികളുടെ നിയന്ത്രണത്തിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ആവോളമുള്ള രാജ്യം, ആഭ്യന്തര വിഷയം വളരെ കൂടുതലായിട്ടുള്ള രാജ്യം, പട്ടാളത്തിനെ മറികടന്ന് ആഭ്യന്തര യുദ്ധം നടത്താൻ ശേഷിയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തര യുദ്ധം നടത്തുന്നവർക്ക് സൈന്യ ശേഷിയുള്ള രാജ്യം. അപ്പം ഇത് ഏത് സമയവും ഉത്തരവാദിത്വമില്ലാത്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നാൽ ലോകത്തിന് മൊത്തവും നാശമാകുന്ന ഒരു രീതിയിലേക്കും, അതുപോലെ ഇത് ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തവരുടെ കയ്യിൽ ഇത് ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായി, ഈ അണുവിസരണം ഉണ്ടാകും. ഈ അണുവിസരണം എന്ന് പറയുന്നത് പാകിസ്ഥാനി മാത്രമായിട്ട് ഒതുങ്ങുന്നതാവണമെന്നില്ല. അതിന്റെ വലിപ്പം അനുസരിച്ച് അത് സ്പ്രെഡ് ചെയ്ത് ലോകത്തിന് മൊത്തം നാശമാകുന്ന രീതിയിലേക്കും ഒക്കെ വരും. ഏതായാലും ഇപ്പോ നമ്മൾ സമ്മതിച്ചിട്ടില്ല, നമ്മൾ സമ്മതിക്കാൻ സാധ്യതയില്ല. ബ്രഹ്മോസ് മിസൈൽ ഈ പറയുന്ന കിരാണ ഹിൽസിൽ ആക്രമണം നടത്തി അവിടെ സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനത്തിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു, അത് അണുവിസരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഈ സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കാൻ സാധ്യതയുള്ള ഒരു യുദ്ധമായിരുന്നു, ഞാൻ ഇടപെട്ട് അത് നിർത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം ട്വിറ്ററിലൊക്കെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു യുദ്ധത്തിൽ മരിക്കണമെങ്കിൽ വളരെ സാധാരണ യുദ്ധമാണെങ്കിൽ വളരെ കൊല്ലം യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അത്യാഘാതം അല്ലെങ്കിൽ ആണവവിസരണം അല്ലെങ്കിൽ ആണവ സ്ഫോടനം ഒക്കെ ഉണ്ടാവണം, എന്നാലേ മരിക്കത്തുള്ളൂ. അപ്പം ആ രീതിയിലേക്ക് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും എന്നുള്ള രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. അപ്പം എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമ്മളത് സമ്മതിക്കാൻ തയ്യാറല്ല. സംഭവിച്ച കാര്യങ്ങൾ പാകിസ്ഥാൻ ഇടപെട്ട് ലോകരാജ്യങ്ങളുടെ അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യത്തിന്റെ കൈയും കാലും പിടിച്ച് അത്തരത്തിൽ അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല, കാര്യങ്ങൾ ഇന്ത്യ ഇതേ രീതിയിലൊക്കെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് യുദ്ധം നിർത്തിയതെന്നാണ് നമുക്ക് ഇപ്പം മനസ്സിലാവുന്നത്. അണുവിസരണം നടന്നിട്ടുണ്ട്, അത്
അല്ലെങ്കിൽ അത് നിർത്തിവെക്കുന്നതിന് വേണ്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യത്തു നിന്ന് വിമാനങ്ങൾ അവിടെ പറന്നിറങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ആണവായുധത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇടപെട്ടില്ല, പക്ഷെ ആണവായുധം കാണിച്ച് ഇനിയും ഇന്ത്യയെ പേടിപ്പിക്കാം എന്നൊന്നും ആരും വിചാരിക്കണ്ട എന്നുള്ള ഒരു പ്രസ്താവന ഈ പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഒന്നും കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട, ഇനിയും ഇതുപോലെ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആക്രമണം ഉണ്ടായാൽ ഇന്ത്യ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ താക്കീതുമില്ലാതെ തിരിച്ചടിക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ ഉള്ള പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ്. അപ്പം അതിനകത്തു നിന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ആണവ വിസരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. യെസ്, അതാണ് പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ ഒരു കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നൊക്കെ വാർത്ത വരുമ്പോൾ പാകിസ്ഥാനിൽ മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു കാലാവസ്ഥയൊന്നുമല്ല, അത് മിഡിൽ ഈസ്റ്റിനെ മുഴുവനായിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പാകിസ്ഥാനോട് അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള കാലാവസ്ഥയായിരിക്കും. അപ്പോൾ ആണവ വികിരണം കാരണം കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നൊക്കെയുള്ള വാർത്തകളെ നമുക്ക് പൂർണ്ണമായും അതൊരു ട്രൂ ന്യൂസ് ആണ് എന്ന് കരുതാൻ പറ്റില്ല. ഇറ്റ്സ് എ ഫേക്ക് ന്യൂസ് എന്ന് വേണം കരുതാൻ. പക്ഷേ ആണവ വികിരണം ഉണ്ടായോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പാകിസ്ഥാനും ഇതുവരെ ഒരു നിലപാട് അറിയിച്ചിട്ടില്ല. പക്ഷേ ചില മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നുമുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത്.